കേരള രാഷ്ട്രീയത്തിൽ സമീപകാലത്തുണ്ടായ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രകമ്പനമാണ് ഡീൽ വിവാദം. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ മുന്നണികൾ തമ്മിലുള്ള പോരാട്ടം വികസനത്തിലോ ഭരണ നേട്ടങ്ങളിലോ ഒതുങ്ങാതെ അവിശുദ്ധ കൂട്ടുകെട്ട് എന്ന ആരോപണത്തിലേക്ക് വഴിമാറിയിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉന്നയിച്ച CPM-BJP ഡീൽ സിദ്ധാന്തം വെറുമൊരു തിരഞ്ഞെടുപ്പ് ആരോപണമല്ല, മറിച്ച് കേരളത്തിലെ വോട്ട് ബാങ്ക് സമവാക്യങ്ങളെ അടിമുടി മാറ്റിയെഴുതാൻ ലക്ഷ്യമിട്ടുള്ള കൃത്യമായ രാഷ്ട്രീയ തന്ത്രമാണ്. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ വോട്ട് കച്ചവടം എന്ന വാക്ക് പുതിയതല്ല. 1991 കോൺഗ്രസ് ലീഗ് BJP സഖ്യത്തെക്കുറിച്ചുള്ള ആരോപണങ്ങൾ പതിറ്റാണ്ടുകളായി ഇടതുപക്ഷം ആയുധമാക്കാറുണ്ട്. എന്നാൽ കാലം മാറിയപ്പോൾ ആരോപണങ്ങളുടെ കുന്തമുന തിരിച്ചിരിക്കുകയാണ്. ഇന്ന് ഡീൽ എന്ന വാക്ക് കേരളത്തിലെ രാഷ്ട്രീയ ചർച്ചകളുടെ കേന്ദ്ര ബിന്ദുവായി മാറിക്കഴിഞ്ഞു. CPM-ഉം BJP-യും തമ്മിൽ സംസ്ഥാനത്തെ 10ഓളം മണ്ഡലങ്ങളിൽ രഹസ്യധാരണയുണ്ടെന്ന വി.ഡി. സതീശന്റെ വെളിപ്പെടുത്തൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പ്രതിപക്ഷം ഉയർത്തുന്ന CPM-BJP ഡീൽ സിദ്ധാന്തം പ്രധാനമായും 3 ഘടകങ്ങളെ ആസ്പദമാക്കിയുള്ളതാണ്. ലാവലിൻ കേസ് അനന്തമായി നീണ്ടുപോകുന്നതും സ്വർണ്ണക്കടത്ത് ലൈഫ് മിഷൻ കേസുകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് നീണ്ട അന്വേഷണങ്ങൾ പെട്ടെന്ന് മന്ദഗതിയിലായതും ഒരു പ്രധാന തെളിവായി UDF ഉയർത്തുന്നു. തൃശൂരിൽ BJP-ക്ക് അക്കൗണ്ട് തുറക്കാൻ വേണ്ടി പോലീസിനെ ഉപയോഗിച്ച് പൂരം കലക്കി എന്ന ഗുരുതരമായ ആരോപണം. മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ ADGP അജിത് കുമാർ RSS നേതാക്കളുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയത് ഈ ഡീലിന്റെ ഭാഗമാണെന്നും പ്രതിപക്ഷം ഉറച്ചു വിശ്വസിക്കുന്നു. UDF-നെ സംബന്ധിച്ചിടത്തോളം ഈ ഡീല് വിവാദം ഒരു രാഷ്ട്രീയ അതിജീവനത്തിന്റെ ഭാഗമാണ്. കഴിഞ്ഞ 2 നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും മുസ്ലിം ക്രിസ്ത്യൻ ന്യൂനപക്ഷ വോട്ടുകൾ ഒരു വലിയ വിഭാഗം ഇടതുപക്ഷത്തേക്ക് ചാഞ്ഞതും UDF-ന് വലിയ തിരിച്ചടിയായിരുന്നു. BJP-യെ പ്രതിരോധിക്കാൻ CPM-നെ കഴിയുമെന്ന ചിന്താഗതിയാണ് അന്ന് വോട്ടർമാരെ സ്വാധീനിച്ചത്. ഇപ്പോൾ ഡീൽ ആരോപണത്തിലൂടെ കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് ഈ ധാരണയെ ഉടച്ചു വാർക്കാനാണ്. BJP-യെ തടയാൻ കോൺഗ്രസിന് മാത്രമേ കഴിയൂ എന്ന് വോട്ടർമാരെ ബോധ്യപ്പെടുത്താനാണ് രാഹുൽ ഗാന്ധിയുടെ CJP പ്രയോഗം മുതൽ സതീശന്റെ 90 ഡിഗ്രി കുനിയൻ പരിഹാസം വരെ നീളുന്ന നീക്കങ്ങൾ. ആരോപണങ്ങളെ നേരിടാൻ CPM ഉപയോഗിക്കുന്നത് ആക്രമണമാണ് മികച്ച പ്രതിരോധം എന്ന തന്ത്രമാണ്. വി.ഡി. സതീശനെ വ്യക്തിപരമായി കടന്നാക്രമിക്കുന്നതിലൂടെ ആരോപണത്തിന് മുനയൊടിക്കാനാണ് MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ശ്രമിക്കുന്നത്. സതീശൻ ഒരു നുണയനാണെന്നും നുണ പറയുന്നതിൽ അദ്ദേഹത്തിന് നോബൽ സമ്മാനം നൽകണമെന്നുമുള്ള പരിഹാസത്തിലൂടെ ജനങ്ങൾക്കിടയിൽ സതീശന്റെ വാക്കുകൾക്ക് വിലയില്ലാതാക്കാൻ CPM ശ്രമിക്കുന്നു. 1991 കോൺഗ്രസ് ലീഗ് BJP സഖ്യത്തെയും നേമത്തെ BJP അക്കൗണ്ട് തുറന്നപ്പോൾ കോൺഗ്രസ് വോട്ടുകൾ മറഞ്ഞു എന്ന ആരോപണത്തെയും CPM വീണ്ടും ചർച്ചകളിലേക്ക് കൊണ്ടുവരികയാണ്. കോൺഗ്രസ് വോട്ടുകൾ കൊണ്ടാണ് BJP കേരളത്തിൽ വളരുന്നതെന്ന വാദത്തിലൂടെ ന്യൂനപക്ഷ വോട്ടുകൾ അകന്നു പോകാതെ നോക്കാനാണ് ഇടതുപക്ഷത്തിന്റെ ശ്രമം. BJP-യെ സംബന്ധിച്ചിടത്തോളം തങ്ങൾ കേരളത്തിൽ ഒരു വലിയ ശക്തിയായി വളർന്നു എന്നതിന്റെ തെളിവായിട്ടാണ് ഈ വിവാദങ്ങളെ കാണുന്നത്. തങ്ങളെ തോൽപ്പിക്കാൻ മറ്റ് 2 മുന്നണികളും ഭയപ്പെടുന്നു എന്നതാണ് അവരുടെ വാദം. എന്നാൽ UDF ആരോപിക്കുന്നത് പോലെ BJP-ക്ക് മുൻതൂക്കമുള്ള മണ്ഡലങ്ങളിൽ CPM ദുർബലമായ സ്ഥാനാർത്ഥികളെ നിർത്തി സഹായിക്കുന്നു എന്ന വാദം താഴെത്തട്ടിലുള്ള BJP പ്രവർത്തകർക്കിടയിൽ പോലും ചർച്ചയാകുന്നുണ്ട്. ഈ ഡീല് വിവാദത്തിൽ എത്രത്തോളം സത്യമുണ്ടെന്നത് സാങ്കേതികമായി തെളിയിക്കാൻ പ്രയാസമുണ്ടെങ്കിലും ചില സാഹചര്യങ്ങളിലേക്കും രാഷ്ട്രീയ നിരീക്ഷകർ വിരൽ ചൂണ്ടുന്നു. സംസ്ഥാന സർക്കാർ കേന്ദ്രത്തെ നഖശിഖാന്തം എതിർക്കുമ്പോഴും ചില കേസുകളിൽ കേന്ദ്ര ഏജൻസികൾ കാണിക്കുന്ന മെല്ലെപ്പോക്ക് സംശയാസ്പദമാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂരിൽ BJP ജയിച്ചപ്പോൾ അവിടെ CPM-ന്റെ വോട്ട് വിഹിതത്തിൽ ഉണ്ടായ വൻ ഇടിവ് ഈ ഡീൽ ആരോപണത്തിന് ബലം നൽകുന്നു. പാലക്കാട് പോലുള്ള മണ്ഡലങ്ങളിൽ BJP-യും കോൺഗ്രസും നേരിട്ട് ഏറ്റുമുട്ടുമ്പോൾ CPM അവിടെ 3ാം സ്ഥാനത്തേക്ക് പോകുന്ന സാഹചര്യം ഈ ആരോപണങ്ങളെ കൂടുതൽ സജീവമാക്കുന്നു. 2026 തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ വോട്ടർമാർ പ്രധാനമായും പരിഗണിക്കുന്ന വിഷയങ്ങളിലൊന്ന് ഈ രഹസ്യ ധാരണയായിരിക്കും. 10 വർഷത്തെ ഭരണത്തിന് ശേഷം സ്വാഭാവികമായി ഉണ്ടാകുന്ന ഭരണവിരുദ്ധ വികാരത്തെ മറികടക്കാൻ CPM-ന്റെ ന്യൂനപക്ഷ പിന്തുണയും അത്യാവശ്യമാണ്. എന്നാൽ ഡീൽ വിവാദം ഈ പിന്തുണയെ ചോർത്തിക്കളയാൻ സാധ്യതയുണ്ട്. 2026 ഭരണം പിടിക്കാൻ കോൺഗ്രസിന് ഈ ആരോപണം ഏറ്റവും വലിയ ആയുധമാണ്. വി.ഡി. സതീശൻ ഈ വിഷയത്തിൽ പുലർത്തുന്ന നിർബന്ധം UDF അണികൾക്ക് വലിയ ആവേശം നൽകുന്നുണ്ട്. സോഷ്യൽ മീഡിയയും ദൃശ്യമാധ്യമങ്ങളും ഈ വിവാദത്തെ നിരന്തരം സജീവമായി നിലനിർത്തുന്നത് സാധാരണക്കാരായ വോട്ടർമാർക്കിടയിൽ ഒരു സംശയത്തിന്റെ വിത്തുപാകാൻ സഹായിച്ചിട്ടുമുണ്ട്. കേരള രാഷ്ട്രീയത്തിൽ മുൻപ് നടന്നിരുന്ന വോട്ട് കച്ചവടങ്ങൾ പ്രാദേശികമായിരുന്നുവെങ്കിൽ ഇപ്പോഴത്തെ ഡീൽ ആരോപണങ്ങൾ ദേശീയ തലത്തിലുള്ള മാനങ്ങളുള്ളവയാണ്. കേന്ദ്ര ഭരണകൂടവുമായി സംസ്ഥാന ഭരണകൂടം നേരിട്ട് ഏർപ്പെടുന്ന വിട്ടുവീഴ്ചകളാണ് ഇവിടെ ആരോപിക്കപ്പെടുന്നത്. ഇത് കേരളത്തിലെ പ്രബുദ്ധരായ വോട്ടർമാർക്കിടയിൽ വലിയ ചർച്ചയാകുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇരട്ടച്ചങ്ക് പ്രതിച്ഛായ ഇല്ലാതാക്കി അദ്ദേഹത്തെ കേന്ദ്രത്തിന് മുന്നിൽ മുട്ടുമടക്കുന്ന നേതാവായി ചിത്രീകരിക്കാൻ കഴിഞ്ഞാൽ അത് ഇടതുപക്ഷത്തിന്റെ അടിത്തറ തന്നെ ഇളക്കും. അതേസമയം ഈ ആരോപണങ്ങൾ നുണയാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞാൽ അത് UDF-ന് തിരിച്ചടിയുമാകും. ഡീല് വിവാദം കത്തുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയ കാലാവസ്ഥയെ ചൂടുപിടിപ്പിച്ചിരിക്കുകയാണ്. ഇത് വെറും ഒരു പ്രത്യാരോപണമല്ല, മറിച്ച് കേരളത്തിന്റെ വരുംകാല രാഷ്ട്രീയം ആര് നയിക്കുമെന്നതിനെ ബാധിക്കുന്ന നിർണായകമായ വിഷയമാണ്. വോട്ടർമാർ ഈ ആരോപണങ്ങൾ വിശ്വസിക്കുമോ അതോ പഴയ കോൺഗ്രസ് ലീഗ് BJP ആരോപണങ്ങൾ പോലെ തള്ളിക്കളയുമോ എന്നതാണ് കണ്ടറിയേണ്ടത്. എന്തായാലും 2026 തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ഡീൽ എന്ന വാക്കായിരിക്കും വിജയപരാജയങ്ങൾ നിശ്ചയിക്കുന്ന പ്രധാന ഘടകം. കേരളത്തിലെ ഓരോ വോട്ടും ഇപ്പോൾ ഉറ്റുനോക്കുന്നത് മുന്നണികളുടെ ഈ ഒളിച്ചുകളികളിലേക്കാണ്.